ഇന്നിപ്പോ രണ്ടാൾ വണ്ടിക്കുള്ള അടി തന്നെയാണ്. ഓനം തൊടുമ്പത്തേക്ക് നോക്കാണ്ട് ദേഷ്യം പിടിക്കും. അപ്പൊ എന്താക്കി വണ്ടി കൊണ്ട് മറിച്ചിട്ടെടുത്ത് എന്നിട്ട് ആ പെണ്ണിനോട് പറയണേ ഈ വണ്ടി ഒന്ന് ശരിയാക്കി വെക്കണം, എനിക്കൊന്ന് കാണണല്ലോ. അവൻ പറഞ്ഞാണ്ട് ഓനത് രണ്ട് കൈകളും മാറിയിരുന്ന് കണ്ട് കാഴ്ചയാണ്. ഓൻകാരെ ഓളെ കൊണ്ട് ഒറ്റക്കത് കഴിയൂലാന്ന്. എന്നിട്ട് അവിടെ ഇരുന്നാണ്ട് പിറുപിറുക്കാണ്. കുറെ നേരമായി ഓൾ ഇരുന്നാണ്ട് ഡയലോഗ് അടിക്കണം. അതുകൊണ്ടാണ് ഞാൻ അത് മറിച്ചിട്ട് നമ്മുടെ നാത്തോളം പരമാവധി ശ്രമിച്ചു നോക്കുന്നുണ്ട്. അതിനെ എത്ര തിരിച്ചിട്ട് മറിച്ചിട്ട് അതിന് രണ്ട് കലമിലാണ്ട് നിർത്താൻ ഓളെ കൊണ്ട് പറ്റുന്നില്ല. അതിന്റെ അടി കൂടെ നമ്മളെ ലൂക്കാക്ക് ഓളെ പിന്നെയും പിരിയാറ്റാണ് മറ്റേ സാധനങ്ങളൊക്കെ തിരിച്ച് കളിക്കാണ്. ഓളോട് കഠിനം തന്നെ ചെയ്യുമ്പോൾ ഓനിവിടെ കളിക്കാന്ന് ആർക്കായാലും ദേഷ്യം പിടിക്കൂലേ. നമ്മളെ താത്ത തിരിച്ചിട്ട് നിന്നാലും പെരുന്നാളാവില്ലാറിഞ്ഞാൽ അവിടെ നേതാലത് ശരിയാക്കാൻ വെച്ചെടുത്ത് കുറെ നേരമായില്ല അമ്മ കിടന്ന് കെട്ടി മറിയണേ. അവസാനം വേണ്ടതിന് നമ്മളെ ലൂക്കാണെങ്കിൽ അപ്പുറത്ത് നിന്നാണ് കണ്ണിൽ എണ്ണ വെച്ചാണ് കാത്തിരിക്കുകയാണ്. ഓളെ ശരിക്കും വെക്കണമെന്ന് കാണണല്ലോ പറഞ്ഞാണ്ട് നേതാലാണ്ട് ശരിക്കും വെച്ചപ്പോഴും നമ്മളെ ലൂക്കാക്ക് അതിന്റെ സൈഡിൽ കൂടി കുമ്മനടിക്കാൻ നോക്കണേ. കിട്ടി കേപ്പിൽ നമ്മളെ താത്ത മുടി കണ്ട് പിടിച്ച് വലിച്ചെടുത്ത് കുറെ നേരമായല്ലോ ഇപ്പൊ തോനെ ഓളെ ഇടങ്ങാറാക്കണേ. അടിന്റെ ആഘാതം കൂടണ്ട വിചാരിച്ചാണ്ട് ഓളെ മെല്ലെ കണ്ട് നേതാലെടുത്ത് ഒന്ന് മുടി പിടിച്ചാലും എന്റെ വണ്ടി കിട്ടില്ലെന്നുള്ള സമാധാനത്തിലാണ് നമ്മളെ ലൂക്കാക്ക. പിന്നെ ഒന്നും നോക്കിയില്ല, ഓൻ വണ്ടി എടുത്താണ് നേരെ വിട്ട് ഹൈവേക്ക്. ഇനിയിപ്പോ തോണ്ടിരുന്നാൽ നമ്മളെ താത്ത പിന്നെ വന്നാണ് വണ്ടി കൊണ്ട് കൊണ്ടുവന്ന് വിചാരിച്ചു കണ്ട് നമ്മളെ കാക്കാക്ക് പിന്നെ ലൈസൻസ് ഉള്ളതുകൊണ്ട് ഏത് ഹൈവേയിൽ വേണമെങ്കിലും ഓട്ടാലോ. ഓനക്കതൊരു വിഷയമില്ലല്ലോ. നമ്മളെ താത്താക്കുള്ള ലൈസൻസ് ഇട്ടാത്തേ. അതുകൊണ്ട് നമ്മുടെ താത്ത സൈഡിൽ ഇരുന്നാണ്ട് ഓൻ ഓടിക്കുന്നുണ്ട് കണ്ട്. പിന്നെ ചെക്കനോളെ മുന്നിൽ മെയിനാവാൻ വേണ്ടിട്ട് കാണാതെ വണ്ടി കൊടുക്കാനും പറ്റുന്ന പറഞ്ഞാണ്ട് ഓനത് തലക്ക് താത്തിക്കാണ് വണ്ടി ഓടിക്കുന്നത്. എന്നിട്ടോ വലിയ കാര്യത്തിൽ വന്നോണ്ട് ഓളോട് ചോദിക്കണം എങ്ങനെയുണ്ട് എന്റെ അഭ്യാസം എന്ന്. ഓളെ അപ്പൊ തന്നെ ഓനോട് പറഞ്ഞു ഇതിന് അഭ്യാസം എന്നല്ല പറയാ, ആഭാസം എന്നാണ് പറയാന്ന്. താത്താക്ക് പിന്നെ എന്നൊക്കെ നല്ലൊരു കുപ്പായിട്ടോ എന്നൊക്കെ ഉണ്ടാവും ഒരു ഓക്കാനും ഛർദി. കാക്കന്റെ ഡ്രൈവിംഗ് ഒക്കെ കഴിഞ്ഞാൽ പാർക്ക് ചെയ്തപ്പോൾ നമ്മളെ താത്ത നിർത്തി നോക്കുന്നത് വണ്ടി. ഞാൻ ആ പെണ്ണോട് പറഞ്ഞു ഈ ഇങ്ങനെ പാർക്ക് ചെയ്ത് കൊടുത്തിരുന്നാണ് വണ്ടി നോക്കിയിരുന്നു, ഓടിക്കാനൊന്നും പഠിക്കണ്ടല്ലോ. കാക്കൊന്നാണ് മമ്മാന്ന് വിളിച്ചപ്പോഴേ നമ്മള് താത്തി വന്നങ്ങളുടെ പിന്നാലെ ഓക്കും വേണം കുറച്ച് മമ്മന്റെ അറ്റൻഷൻ പറഞ്ഞുകൊണ്ട് ഓൻ എന്തൊക്കെ ചെയ്യണ നോക്കിയിരിക്കാണ് ഓള്. അതേമാതിരി ഓക്കും ചെയ്യാൻ എന്നിട്ട് ഓന്റെ പിന്നാലെ മൂക്കൊലിപ്പിച്ചുകൊണ്ട് പോവുള്ളൂ. എന്നിട്ട് ഓന്റെ അടുത്ത് ഒന്നും അങ്ങോട്ട് കിട്ടുമ്പോൾ ഓക്കണ്ട് സമാധാനാവും. അല്ലെങ്കിൽ ഓളടുത്ത് ഓൻകണ്ട് കിട്ടും. എങ്ങനെയായ ഒരു പാട്ട് കച്ചേരി അവസാനം അത് നിർബന്ധം. ഒന്നും ലൂക്കാക്കന്റെ വകയായിരിക്കും, അല്ലെങ്കിൽ ഇതാ തന്നെ വകയും. ഇവര് പാട്ട് കച്ചേരിന്റെ വോയിസ് ക്ലിപ്പ് ഒക്കെ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. ഫീസ് ഒന്നും ഈടാക്കാതെ അയച്ചു തരുന്നതായിരിക്കും. അപ്പൊ ഇന്ന് ഇത്രയുള്ളൂ. ടാറ്റാ ബൈ ബൈ, സീ യു.